സ്ഫെറിക്കൽ മിറേഴ്സിൽ ഇമേജസ് ഒബ്ജക്ട്സ് ഓരോ പൊസിഷൻസിൽ വെക്കുമ്പം ഇമേജസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അത് റേ ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോളീയ ദർപ്പണങ്ങളുടെ മുമ്പിൽ വിവിധ സ്ഥാനങ്ങളിൽ വസ്തുക്കൾ വെച്ച് കഴിയുമ്പം പ്രതിബിംബങ്ങളുടെ സ്ഥാനവും സവിശേഷതയും കണ്ടു. അത് രേഖാചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് പ്രകാശരശ്മികളാണ്. വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് പ്രകാശരശ്മികളാണ് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോൺകേവ് ദർപ്പണത്തിൽ വസ്തു വളരെ അകലെയാണെങ്കിൽ, ഒബ്ജക്റ്റ് വളരെ അകലെയാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? അപ്പോൾ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് ഇൻസിഡൻ്റ് ചെയ്യുന്നത്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിപതനപാത മുഖ്യ ഫോക്കസിലൂടെ ആയിരിക്കും. അപ്പം നമ്മുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മുഖ്യ ഫോക്കസിലായിരിക്കും. പൊസിഷൻ ഓഫ് ദി ഇമേജ് അറ്റ് ഫോക്കസ്. ഇവിടെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ യഥാർത്ഥമാണ്, തലകീഴായതാണ്, വളരെ ചെറുതായിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് റിയലാണ്. ഇത് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിലുള്ളത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ചെറുതാണ്, വളരെ ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്. അടുത്തത് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അഥവാ വസ്തു. അതിനെ നമ്മൾ OB, ഒബ്ജക്റ്റ് എന്നതിൻ്റെ OB എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വസ്തു. അത് സിക്ക് അപ്പുറമാണ് ഇരിക്കുന്നത്, ബിയോണ്ട് സി. ഇവിടെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എങ്ങനെയായിരിക്കും? പ്രകാശരശ്മികൾ മുഖ്യ ഫോക്കസിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി. സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനപാത. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പതിക്കുന്ന ഇൻസിഡന്റ് റേയുടെ റിഫ്ലക്റ്റഡ് പാത്ത് ഫോക്കസിലൂടെ ആയിരിക്കും, മുഖ്യ ഫോക്കസിലൂടെ ആയിരിക്കും. രണ്ട് പ്രകാശരശ്മികൾ ഉണ്ടെങ്കിൽ, രണ്ട് ലൈറ്റ് റേ ഉണ്ടെങ്കിലേ നമുക്ക് ഒബ്ജക്റ്റിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അടുത്ത ലൈറ്റ് റേ നമ്മൾ എടുക്കുന്നത് സിയിലൂടെ വരുന്ന ലൈറ്റ് റേ ആണ്. വക്രതാ കേന്ദ്രത്തിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് പുറപ്പെടുന്ന, വസ്തുവിൽ നിന്ന് പുറപ്പെട്ട് വക്രതാ കേന്ദ്രത്തിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി. വക്രതാ കേന്ദ്രത്തിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി തിരിച്ചു പോകുന്നത്, അതിൻ്റെ പ്രതിപതന പാതയും റിഫ്ലക്റ്റഡ് പാത്തും ഇത് തന്നെയായിരിക്കും. ഈ രണ്ട് ലൈൻസ്, അതായത് രണ്ട് റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് രണ്ട് റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. ഒരു റിഫ്ലക്റ്റഡ് റേ ഇതാണ്, ഒരു റിഫ്ലക്റ്റഡ് റേ ഇതാണ്. കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ് ഇതാണ്. അവിടെയായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് സിക്കും എഫിനും ഇടയിലാണ്. ഇമേജ്
പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത് സിക്കും എഫിലും ഇടയിലാണ്. ഇമേജിനെ നമ്മൾ ഐ എം എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. വസ്തുവിനേക്കാൾ ചെറുതാണ് പ്രതിബിംബം, തലകീഴായതാണ്, യഥാർത്ഥമാണ്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. അടുത്തതിൽ ഒബ്ജക്റ്റ് സിയിലാണ്, വസ്തു സിയിലാണുള്ളത്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം 2 ലൈറ്റ് റേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന, വസ്തുവിൽ നിന്ന് പുറപ്പെട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് മിററിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ, അത് ഫോക്കസിലൂടെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഫോക്കസിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ആണ്. ഇവിടെ നമുക്ക് നേരത്തെ എടുത്തതുപോലെ വക്രതാ കേന്ദ്രത്തിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ സിയിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ എടുക്കാനുള്ളൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫോക്കസിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ എടുക്കുന്നു. ഫോക്കസിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്നു, തിരിച്ച് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി ലൈറ്റ് റേ പ്രതിപതിക്കുന്നു. ഇവിടെ 2 റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടിയിരിക്കുന്ന പാത്ത്, ഇതാണ് ഒരു റിഫ്ലക്റ്റഡ് റേ, ഇതാണ് അടുത്ത റിഫ്ലക്റ്റഡ് റേ. അത് കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്, ഐ എം, പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് സിയിലായിരിക്കുന്ന സമയത്ത്, വസ്തു സിയിലായിരിക്കുന്ന സമയത്ത് പ്രതിബിംബവും സിയിലാണ്, ഇമേജ് സിയിലാണ്. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്, ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പം, സെയിം സൈസാണ് പ്രതിബിംബത്തിന്. എന്നാൽ തല കീഴായതാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് യഥാർത്ഥമാണ്. അടുത്തത് കോൺകേവ് ദർപ്പണത്തിൻ്റെ സിക്കും എഫിനും ഇടയിൽ, കോൺകേവ് മിററിൻ്റെ സിക്കും എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, വസ്തു വെച്ചിരിക്കുന്നത്. അതിൽ പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 ലൈറ്റ് റേസ് നമുക്ക് ആവശ്യമാണ്. ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന റേ, അത് ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫോക്കസിലൂടെ ആയിരിക്കും അതിൻ്റെ പ്രതിപതന പാത. അടുത്ത ലൈറ്റ് റേ നമ്മൾ എടുക്കുന്നത് ഫോക്കസിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ആണ്. വസ്തുവിൽ നിന്ന് പുറപ്പെട്ട് ഫോക്കസിലൂടെ മിററിൽ ഇൻസിഡന്റ് ചെയ്യുന്ന റേ. അതിൻ്റെ പ്രതിപതന പാത മുഖ്യ അക്ഷത്തിന് പാരലലായിക്കൊണ്ടായിരിക്കും. നേരത്തെ വരച്ച റിഫ്ലക്റ്റഡ് റേ ഞാനൊന്ന് നീട്ടി വരയ്ക്കുന്നു. കൂട്ടിമുട്ടുന്ന പോയിന്റ് വേണം നമുക്ക്. ഇവിടെയാണ് 2 റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടുന്നത്.
ഇമേജ് രണ്ട് റിഫ്ലക്റ്റഡ് റേസ് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. പ്രതിബിംബം ഈ പ്രതിപതന രശ്മികൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത്. പ്രതിബിംബത്തിന്റെ സ്ഥാനം സിക്ക് അപ്പുറമാണ്. വലുതാണ്, വസ്തുവിനേക്കാൾ വളരെ വലുതാണ്, അതായത് മാഗ്നിഫൈഡ് ആണ്. എന്നാൽ തലകീഴായത് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, യഥാർത്ഥമാണ്. അടുത്തത് നമ്മുടെ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബം എവിടെയാണ് രൂപീകരിക്കുന്നത് എന്നറിയാൻ രണ്ട് ലൈറ്റ് റേസ് ആവശ്യമാണ്. ആദ്യം നമ്മൾ എടുക്കുന്നു ഫോക്കസിന് സമാന്തരം, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലൈറ്റ് റേ പതിക്കുന്നു. അത് തിരിച്ചു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. അത് തിരിച്ചു പോകുന്നത്. അടുത്തത് നമ്മൾ എടുക്കുന്നത് വസ്തുവിൽ നിന്ന് പുറപ്പെട്ട് സിയിലൂടെ പതിക്കുന്ന പ്രകാശരശ്മി, സിയിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന പ്രകാശരശ്മി. അപ്പോൾ അതിൻ്റെ പ്രതിപതന പാത അത് തന്നെയായിരിക്കും. ഇത് സിയിലൂടെ പതിക്കുന്നതിനാൽ, ഈ ലൈറ്റ് റേ സിയിലൂടെ പതിക്കുന്നതിനാൽ, സിയിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്നതിനാൽ സെയിം പാത്തായിരിക്കും. ഇൻസിഡന്റ് റേയുടെയും റിഫ്ലക്റ്റഡ് റേയുടെയും സെയിം പാത്തായിരിക്കും. പതനരശ്മിയുടെയും പ്രതിപതന രശ്മിയുടെയും പാത ഒന്ന് തന്നെയായിരിക്കും. ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഇല്ല. രണ്ട് ഇൻസിഡന്റ് റേസും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പ്രകാശരശ്മികൾ സമാന്തരമായി പോകുകയാണ് ചെയ്യുന്നത്. പ്രകാശരശ്മികൾ പ്രതിപതിച്ച് സമാന്തരമായി പോകുന്നു. The reflected rays of light seen to go parallel. രണ്ട് പ്രകാശരശ്മികളും സമാന്തരമായിട്ട് പോകുന്നു. അപ്പം നമ്മൾ സങ്കല്പിക്കുകയാണ് അനന്തതയിൽ രൂപപ്പെടുന്നു. ഇമേജ്, പ്രതിബിംബം അനന്തതയിൽ രൂപപ്പെടുന്നുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ ഒരു ഇമേജിന് കിട്ടുകയില്ല. ഇവിടെ വസ്തു എഫിനും പിക്കും ഇടയിലാണുള്ളത്. ഒബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിലാണുള്ളത്. അപ്പോൾ ഇമേജ് ഫോർമേഷൻ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് രണ്ട് ലൈറ്റ് റേസ് ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തേത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്നു. അതിന്റെ പ്രതിപതന പാത ഫോക്കസിലൂടെ ആയിരിക്കും, റിഫ്ലക്റ്റഡ് പാത്ത് ഫോക്കസിലൂടെ ആയിരിക്കും. രണ്ടാമത് എടുക്കുന്ന ലൈറ്റ് റേ എന്ന് പറയുന്നത് സിയിലൂടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ആണ്, വക്രതാ കേന്ദ്രത്തിലൂടെ പതിക്കുന്ന രശ്മി. അപ്പോൾ അതിന്റെ പതനരശ്മിയുടെയും പ്രതിപതന രശ്മിയുടെയും പാത ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ഈ ലൈറ്റ് റേസ്, ഈ പ്രകാശരശ്മികൾ ഇവിടെ കൂട്ടിമുട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഇവിടെ ഇത് അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇത് കൂട്ടിമുട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇത് നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ച് വരയ്ക്കുന്നത്. നമ്മുടെ ഒരു ഇതിനു വേണ്ടി നമ്മൾ നീട്ടി വരയ്ക്കുന്നതാണ്. നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടും. ഈ റിഫ്ലക്റ്റഡ് റേയും കൂട്ടിമുട്ടും. അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ ഇമേജിനെയും ഞാൻ ഡോട്ടഡ് ലൈൻസ് കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. കാരണം ഇത് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. ഇത് വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണിത്. വസ്തുവിനേക്കാൾ വലുതാണ്, ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്, മാഗ്നിഫൈഡ് ആണ്. പിന്നെയോ തല കീഴായതല്ല, നിവർന്നതാണ് പ്രതിബിംബം. ഇറക്റ്റ് ആണ്, ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ആണ് ഇമേജ്.
കോൺകേവ് ദർപ്പണത്തിൽ, കോൺകേവ് മിററിൽ എഫിനും പോളിനും ഇടയിൽ വസ്തു ഇരിക്കുമ്പോൾ, ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഇമേജ് ദർപ്പണത്തിന് പുറകിലായിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും, വലുതായിരിക്കും. ഇതിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. കോൺവെക്സ് ദർപ്പണത്തിൽ ഇങ്ങനെ പല തരത്തിലൊന്നും നമുക്ക് പറയാനില്ല. എഫിനും പിക്കും ഇടയിലോ അല്ലെങ്കിൽ സിയിലോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് ഇമേജിന് കോൺകേവ് മിറർ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്, ദർപ്പണത്തിന് മുമ്പിൽ ഒബ്ജക്റ്റ് ഉണ്ട്. 2 ലൈറ്റ് റേസ് ആവശ്യമാണ്. ആദ്യം നമ്മൾ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശരശ്മി പതിക്കുന്നു. എങ്ങനെയായിരുന്നു ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത്? ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു അല്ലേ? മുഖ്യാക്ഷത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. അപ്പം ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുന്നു. ഇതാണ് റിഫ്ലക്റ്റഡ് പാത്ത്. അടുത്തത് സിയിലൂടെ പതിക്കുന്ന പ്രകാശരശ്മി. അതിൻ്റെ പതനരശ്മിയുടെ പാതയും പ്രതിപതന രശ്മിയുടെ പാതയും ഒന്ന് തന്നെയായിരിക്കും. ഇങ്ങോട്ടുള്ളത് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണ്? 2 റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ വസ്തു എവിടെ വെച്ചാലും പ്രതിബിംബം രൂപീകരിക്കുന്നത് പോളിനും എഫിനും ഇടയിലായിരിക്കും, പിക്കും എഫിനും ഇടയിലായിരിക്കും. പ്രതിബിംബം ചെറുതാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്, നിവർന്നതാണ്, മിഥ്യയാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. കോൺവെക്സ് മിററിൽ, കോൺവെക്സ് ദർപ്പണത്തിൽ ഇമേജിനെ നമുക്ക് എവിടെ വെച്ചാലും സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്.